കാട്ടാക്കടയിൽ ദുരൂഹ സാഹചര്യത്തിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ. മായാമുരളിക്ക് സുഹൃത്ത് രഞ്ജിത്തിൽ നിന്ന് മർദ്ദനമേറ്റിരുന്നതായി ബന്ധുക്കൾ. രഞ്ജിത്ത് ലഹരിക്കടിമയെന്നും ബന്ധുക്കൾ ആരോപിച്ചു. രഞ്ജിത്തിന് വേണ്ടി കാട്ടാക്കട പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. കഴിഞ്ഞ ദിവസമാണ് ഫയർ സേഫ്റ്റി താൽക്കാലിക ജീവനക്കാരിയായ മായാമുരളിയെ റബ്ബർ തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ മായാമുരളിയുടെ സുഹൃത്ത് രഞ്ജിത്തിന് പങ്കുണ്ടെന്നും മരണം കൊലപാതകമാണെന്നും മായാമുരളിയുടെ കുടുംബം ആരോപിച്ചു. രഞ്ജിത്ത് നിരന്തരം മായാമുരളിയെ ആക്രമിച്ചിരുന്നതായും അതിന് മായയുടെ മകൾ സാക്ഷിയായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. അമ്മ വരുവാണെന്നാണ് അവളെ ഫോൺ ഉണ്ടായിരുന്നത്. അവളെ പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ഈ അവസ്ഥയിൽ. അതായത് ഹോസ്പിറ്റലിൽ വരാൻ വേണ്ടിയിട്ട് അവൾ ഇട്ട ഡ്രസ്സോട് കൂടിയാണ് കിടക്കണം. അപ്പം അവൻ പറഞ്ഞ വാക്ക് അവൻ പാലിച്ചു. അതായത് എന്നെ വിട്ട് നീ പോയി കഴിഞ്ഞാൽ നിനക്ക് മരണം ഉറപ്പാണെന്ന് അവൻ ഞങ്ങളോട് വീരവാദം ഇറക്കിയ ആ വാക്ക് അവൾ അവിടെ പാലിച്ചു. അപ്പോൾ എൻ്റെ ചേച്ചി അവന് പ്രണയം എന്ന് പറയുന്നൊരു ചീട്ട് കാണിച്ച് അവളെ വീഴ്ത്തുകയും ആ കുടുംബമായിട്ട് ജീവിക്കാം എന്നുള്ള ഒരു സൗഭാഗ്യം കാണിച്ചു കൊടുത്തു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവൾ അത് വിശ്വസിച്ച് പോയി. അവൾക്ക് ഇങ്ങനെ ഒരു അബദ്ധമുണ്ടായി. ഇതിലെനിക്ക് വളരെയധികം ദുരൂഹതയുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അവൻ തന്നെയാണ് കൊന്നിരിക്കുന്നത്. അവൻ്റെ റിലേറ്റീവായിട്ട് ഒരുത്തനുണ്ട്. പുള്ളിക്കാരൻ്റെ കാര്യം ചേച്ചി ചേട്ടൻ്റെ അമ്മയോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരെ എനിക്ക് വ്യക്തമായ രീതിയിൽ സംശയമുണ്ട്. ഇടിയൊക്കെ കിട്ടുമായിരുന്നു. അപ്പം അമ്മ ഒന്നും മിണ്ടൂല. അമ്മ ചില നേരത്ത് പറഞ്ഞിട്ട് ഒരു മൂന്നാമത്തെ ഇടി ആയപ്പം അമ്മ പറഞ്ഞു എന്നെ കൊല്ലറാന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടും ഉണ്ടായിരുന്നു. ഞാൻ വെളിയിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു. എന്നെ വഴക്ക് പറയും. ഞാൻ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്നെ അടിക്കുകയും ചേച്ചി അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മായാമുരളിയുടെ സുഹൃത്ത് രഞ്ജിത്തിനായി കാട്ടാക്കട പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഇയാൾ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ കാട്ടാക്കടയിലെ ചൂണ്ടുപലകയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.